നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിനുള്ള സന്നാഹ മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണല്ലോ. ഇതാ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആദ്യ എതിരാളികളായ അൾജീരിയ ഒരു വമ്പൻ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നു സന്നാഹ മത്സരത്തിൽ. കരുത്തരായ നെതർലൻഡ്സിനെ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. കളിയിൽ 86-ാമത്തെ മിനിറ്റിൽ ഹാജി മൂസയാണ് അൾജീരിയയുടെ ഗോൾ കണ്ടെത്തിയത്. ഇരു ഭാഗത്തും സൂപ്പർ താരങ്ങൾ അണിനിരന്ന കളിയാണ്. നെതർലൻഡ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മാലനും ഗാക്പോയും സമവിലും ഒക്കെ അണിനിരന്നു. മധ്യനിരയിൽ ഫ്രങ്കി ഡിയോങ് ഉണ്ടായിരുന്നു, റെയിൻഡേഴ്സും ഗ്രാവൻബേഷും ഉണ്ടായിരുന്നു, ഡിഫൻസിൽ വാൻ ഡൈക്കും വാൻ ഹെക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മികച്ച 11 കൊണ്ടാണ് നെതർലൻഡ്സ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് സിറ്റിയുടെ ഐറ്റ്നൗറി, അതുപോലെ മുൻ സിറ്റി താരം ഇപ്പോൾ അൽ അഹ്ലിയുടെ താരം റിയാദ് മെഹ്റസ്, പിന്നെ ഒസാമ വാർ, അങ്ങനെ മികച്ച താരങ്ങളെയും കൊണ്ട് തന്നെയാണ് ഇറങ്ങിയിരുന്നത് അൾജീരിയ. ഗോൾ കീപ്പറായിട്ട് സിദാൻ്റെ മകൻ ലൂക്കാസ് സിദാനും ഉണ്ടായിരുന്നു. ഏതായാലും കളി ഒടുവിൽ 1-0 അൾജീരിയ വിജയിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. അത്ര എളുപ്പമാവില്ല ആദ്യ മത്സരം, വേൾഡ് കപ്പിൽ ആദ്യ മത്സരം എന്ന് നിലവിലെ ചാമ്പ്യന്മാർക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു കളിയിലൂടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വേൾഡ് കപ്പിനായിട്ടുള്ള സന്നാഹ മത്സരങ്ങളും മറ്റുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമുകളും അവരുടെ ശക്തി ദൗർബല്യങ്ങൾ പരീക്ഷിച്ചറിയാനുള്ള അവസാന അവസരമായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സന്നാഹ മത്സരത്തിൽ ഇന്ന് നൈജീരിയ പോളണ്ടുമായിട്ട് 2-2 സമനിലയിൽ കുരുങ്ങുകയുണ്ടായി. അതുപോലെ ഇന്നും ടീമുകൾ സന്നാഹ മത്സരവുമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. സ്പെയിനിൻ്റെ മത്സരമുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 സ്പെയിന് ഇറാഖുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഫ്രാൻസ് ഇറങ്ങുന്നുണ്ട്. ഐവറി കോസ്റ്റിനെതിരെയാണ് ഫ്രാൻസിൻ്റെ മത്സരമുള്ളത്. പിന്നെ നാളെ രാവിലെയാണെങ്കിൽ മെക്സിക്കോയും സെർബിയയും തമ്മിലുള്ള കളിയുണ്ട്. അങ്ങനെ സന്നാഹ മത്സരങ്ങൾ ഇതാ പൊടിപൊടിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.